ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നവർ കാണിക്കുന്ന വലിയൊരു അബദ്ധമാണ് ഒരു സെക്കൻഡറി ബോഡി കയ്യിലില്ലാതെ വർക്കിന് ഇറങ്ങാന്നുള്ളത്. 2-3 ലക്ഷം രൂപയുടെ ക്യാമറ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകും. കാരണം എല്ലാം ബട്ടണിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ജൂലൈ 4 സിനിമയ്ക്കകത്ത് ദിലീപ് വണ്ടിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഏതൊരു ബട്ടണ് ഏതൊരു സാധനം എന്തെങ്കിലുമൊക്കെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, നമ്മുടെ ആ സാധനം അവിടെ പോയി. മാത്രമല്ല ക്യാമറ പല തവണ പലയിടത്ത് പല രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അബ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വളരെ നീറ്റായിട്ട് നോക്കുന്ന ഒരു ക്യാമറയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും തട്ടി ഈ ക്യാമറയൊക്കെ നിലത്തിയാടി പോയി കഴിഞ്ഞാലും പണി കിട്ടി. അതുകൊണ്ട് തന്നെ എവിടെ എന്ത് ഷൂട്ടിന് പോയി കഴിഞ്ഞാലും ഒരു ചെറിയ സെക്കൻഡറി ക്യാമറ എങ്കിലും കയ്യിൽ സൂക്ഷിക്കുക. ഞാൻ കാനോണിൻ്റെ R6 Mark II യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ സെക്കൻഡറി ബോഡിയായിട്ട് എപ്പോഴും ഒരു 200D കയ്യിൽ വെക്കാറുണ്ട്. നമ്മുടെ ക്രൂമേറ്റിൻ്റെ കയ്യിൽ ഒരു സോണിയുടെ 7M4 കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അവന് വർക്കില്ലാത്ത സമയത്ത് ഞാൻ ആ ക്യാമറയും വർക്കിന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ സെക്കൻഡറി ബോഡി കയ്യിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഉപകാരം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്, ഒരു സെക്കൻഡറി ബോഡി എടുത്ത് കയ്യിൽ ഉറപ്പായിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോവും. സോ ബി സേഫ്.